ഹായ്, ഇറ്റ്സ് മീ മെറീന ജോബി. വെൽക്കം ബാക്ക് ടു സോർ ആൻഡ് സ്പൈസി. സോർ ആൻഡ് സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു നോവൽ വായിക്കാനെടുത്തു. അതിൻ്റെ അകത്ത് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണല്ലോ, നമുക്കിനി അടുത്ത ചാപ്റ്റർ വായിക്കാമെന്ന് വെച്ചു. അടുത്ത ചാപ്റ്റർ വായിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു, ഇത് ഭയങ്കര സസ്പെൻസ് ആണല്ലോ, ഭയങ്കര അടിപൊളി, നമുക്കിനി അടുത്ത ചാപ്റ്റർ വായിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ വീണ്ടും പെട്ടെന്ന് തിടുക്കത്തോടെ തന്നെ മൂന്നാമത്തെ ചാപ്റ്റർ വായിക്കുകയാണ്. മൂന്നാമത്തെ ചാപ്റ്റർ വായിക്കുമ്പോൾ ഒരു പകുതി വിചാരിക്കും, ഇത് അടിപൊളി ത്രില്ലറാണല്ലോ, നമുക്കിനി ബാക്കി എന്തായാലും പെട്ടെന്ന് വായിക്കണം എന്ന് വെച്ചിട്ട് ഒറ്റയിരിപ്പിനാണല്ലോ വീണ്ടും നാലാമത്തെ ചാപ്റ്റർ വായിക്കാൻ പോവാം. നാലാമത്തെ ചാപ്റ്റർ വായിച്ചൊരു പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, ഇന്നത് കുറച്ച് സാഡും കുറച്ച് ഡിപ്രഷൻ അടുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും നേരം കരുതി വെച്ച ആ പോസിറ്റീവ് എനർജിയൊക്കെ എൻ്റെ നിന്ന് പോകും ഇത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ ചാപ്റ്ററോടെ പരിപാടി നിർത്താമെന്ന് വെച്ചിട്ട് നമ്മൾ നോവൽ വലിച്ചെറിയുമോ? ഇല്ലല്ലോ. നമ്മൾ അടുത്ത ചാപ്റ്റർ വായിച്ച് നോക്കും, നമ്മൾ എന്താ ഇതിൻ്റെ അത് സന്തോഷമുള്ള കാര്യമാണോ, ത്രില്ലടിപ്പിക്കുന്ന കാര്യമാണോ, സസ്പെൻസ് ഉള്ള കാര്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അടുത്ത ചാപ്റ്റർ വായിക്കും. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ലൈഫിൽ. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, ആ കാര്യം ചെയ്തു, നമ്മൾ ഫ്ലോപ്പായിപ്പോയി, വീണ്ടും നമ്മൾ അടുത്ത കാര്യം വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചു, ചിലപ്പോൾ അത് സക്സസ് ആവും. വീണ്ടും നമ്മൾ അടുത്ത കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, വീണ്ടും അത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് സംഭവിക്കും. അതുപോലെ തന്നെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴാണ് സക്സസ് ആവണേന്ന് നമുക്കറിയില്ല, നമ്മളെപ്പോഴാണ് നമ്മുടെ സമയം വരണേന്ന് നമുക്കറിയില്ല. നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മൾ നെക്സ്റ്റ് എന്താണെന്ന് നമ്മൾ ഉറപ്പായിട്ടും നെക്സ്റ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഒരു തോൽവി ഉണ്ടാകുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാതെ വീണ്ടും നെക്സ്റ്റ് ചാൻസ് നമ്മൾ തേടി പോകണം, നമ്മളല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ ചാൻസ്. അതിൻ്റെ അകത്ത് ചിലപ്പോൾ നമ്മൾ സക്സസ് ആയെങ്കിലോ, അല്ലാതെ നമ്മളിവിടെ നോവൽ എറിഞ്ഞളയണ പോലെ ഇത് കുറച്ച് വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്, ഇതിനകത്ത് ഞാൻ തോറ്റുപോയി എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കറിയില്ല നെക്സ്റ്റ് എന്താ സംഭവിക്കണമെന്ന്. നെക്സ്റ്റ് എന്താണെന്ന് സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പുതിയ പേജ് മറച്ചേ പറ്റൂ, നമ്മളത് വായിച്ചേ പറ്റൂ. അതേപോലെ തന്നെയാണ് ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അടുത്ത ചാൻസ് നമ്മൾ തേടി കണ്ടുപിടിച്ച് നമ്മളതിനെ ഫേസ് ചെയ്താലേ നമുക്കറിയുള്ളൂ അത് സക്സസ് ആണോ നമുക്ക് തരാൻ പോകുന്നത്, നമുക്ക് സന്തോഷമാണോ തരാൻ പോകണത്, സങ്കടമാണോ തരാൻ പോകണമെന്ന്. സങ്കടം തന്നാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം നെക്സ്റ്റ് പേജ് മറക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ നെക്സ്റ്റ് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിന്തയോടെ നമുക്ക് പോകാം നമ്മുടെ റെസിപ്പിയിലോട്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈസി തക്കാളി ചമ്മന്തിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ. അപ്പോൾ ടൊമാറ്റോ ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 പഴുത്ത തക്കാളി വലുത് ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര ചെറുതൊന്നും ആക്കണ്ട, കാരണം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഞാൻ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അധികം ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് 2 ഉണക്കമുളക്, ഞാനത് മുഴുവനെ പാടെ തന്നെ എടുത്തേക്കാണ്. പിന്നെ വേണ്ടത് 3 വെളുത്തുള്ളിയാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക് 1/2 ടീസ്പൂൺ, പിന്നെ ഉഴുന്ന് 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് നമുക്ക് ഉണക്കമുളക് 2 എണ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില 2 ഇതള്. പിന്നെ നമുക്ക് ഒരല്പം കായപ്പൊടി വേണം. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചട്നി റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം വളരെ കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, കാരണം നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ള കാരണം ഫസ്റ്റ് കുറച്ച് ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് മുഴുവനുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 എണ്ണമാണ് ഇതിനകത്തോട് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവ് നന്നായിട്ട് വേണമെങ്കിൽ ഒരു 3ഓ 4ഓ വരെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 2 എണ്ണം ചെയ്യുന്നുള്ളൂ, അതിനകത്ത് അധികം എരിവ് ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 എണ്ണം ചേർത്ത് കൊടുക്കുകയാണ്. മുളകിട്ട് അപ്പം തന്നെ മുളകിൻ്റെ കളർ നന്നായിട്ട് മാറും, കാരണം നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇടുന്നതുകൊണ്ട്. ഇനി നമുക്ക് കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി ജസ്റ്റ് ഒന്ന് വെളുത്തുള്ളിയുടെ കളർ മാറുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അധികം നേരം വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളക് കരിഞ്ഞുമ്പോൾ വെളുത്തുള്ളിയും കരിഞ്ഞു പോകും. അപ്പം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിനകത്തോട്ട്. ഇത് ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ നല്ല ചമ്മന്തിയാണ്. നമുക്ക് ദോശയൊക്കെ സൈഡിൽ ചുടുന്ന സമയത്ത് ഒരു സൈഡിൽ നമുക്ക് ഇത് ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ദോശ ചുടുമ്പോഴേക്കും ചമ്മന്തി റെഡിയാവും. അപ്പം നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് 7 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഞാനൊരു 7 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ 7 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുമ്പോൾ അതിന് ഇടയ്ക്ക് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് മൂടി മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 7 മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളിയും സവാളയും നല്ല സോഫ്റ്റായി വരും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ വേവിക്കണേ. അപ്പോൾ ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നമ്മളൊന്നും കൂടെ ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു 4 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അപ്പോഴേക്കും തക്കാളിക്ക് നല്ല സോഫ്റ്റായി വന്നോളൂ. അപ്പോൾ നമ്മളൊരു 4 മിനിറ്റ് കൂടി വേവിച്ചു. നമുക്ക് തുറന്നു നോക്കാം. തക്കാളിയും സവാളയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കംപ്ലീറ്റ്ലി ചൂടാറാൻ വെക്കണം. ചൂടാറിയ ശേഷം അരച്ചെടുക്കുക. ചൂടോടെ അരച്ചു കഴിഞ്ഞാൽ ജാറ് തുറന്നു പോകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ മുഖത്തേക്കൊക്കെ തെറിക്കും. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ചൂടാറാൻ വെക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ സവാളയുടെ മിക്സ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്, ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. നമുക്കിനി വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ നല്ല പേസ്റ്റായിട്ട് വരും. അപ്പം നമുക്കിനി ഇത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും കൂടി നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് ഒരു സർവിംഗ് ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളി ചമ്മന്തിയുടെ പരിപാടി കഴിഞ്ഞില്ല. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. ഇതിനകത്തോട്ട് കടുക് വറുത്തിടണം. അതും കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ ചട്നി കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി നമുക്ക് കടുക് വറുത്തിടാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കുന്ന ഉണക്കമുളക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അപ്പം തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. അധികം ഇങ്ങനെ വഴറ്റാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുളക് പെട്ടെന്ന് കരിഞ്ഞോ. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നും ജസ്റ്റ് ഒന്ന് വഴറ്റി അപ്പം തന്നെ ജസ്റ്റ് കളറൊന്ന് മാറി വരും. അപ്പം തന്നെ നമുക്ക് കടുകും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഉഴുന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് കംപ്ലീറ്റ് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന കായപ്പൊടി ഒരു നുള്ള് ചേർത്ത് കൊടുക്കാം. അധികം ആവരുത്, അല്ലെങ്കിൽ കായപ്പൊടിയുടെ ടേസ്റ്റ് ആയിപ്പോവും മൊത്തം ചട്നിക്ക്. അതുകൊണ്ട് ഒരു തുള്ളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, ഒരു പിഞ്ച്. ഇനി ലാസ്റ്റ് നമ്മുടെ കറിവേപ്പില നമുക്ക് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കടുക് വറക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഈ മിക്സ് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ചട്നിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മിക്സ് ഞാൻ അരച്ചു വെച്ച ചമ്മന്തിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ എന്താണെന്ന് വെച്ചാൽ കഴിക്കുക. അപ്പം ഇനി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.